നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1018th day. Today 26th sloka of Prathama Skandam 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapataye Namah. Avignamastu Shri Gurubhyo Namah. Om Tat Sat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Prutasudam. Om Tat Sat. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 1018-ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം. ഓം തത്സത്. യസ്വകാത്പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേ സ നരോത്തമ. ഓം തത്സത്. നരോത്തമനായിട്ടുള്ള, അതായത് മനുഷ്യരിൽ ഉത്തമനായിട്ടുള്ള ഒരുവൻ്റെ ലക്ഷണം പറയുകയാണ് വിദുരർ. തൻ്റെ സ്വബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ തന്നെക്കാൾ അറിവുള്ള ഗുരുവിൻ്റെയോ മറ്റുള്ളവരുടെയോ ഉപദേശത്തെ സ്വീകരിച്ചിട്ടോ ഈ ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം ഉപേക്ഷിച്ച് ആത്മസ്വരൂപത്തെ നന്നായി ധരിച്ച് ആ ഭഗവാനെ മനസ്സിൽ ഉള്ളിക്കൊണ്ട് പ്രതിഷ്ഠിച്ച് ഭഗവാനിൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഉള്ളിലുള്ളത് ആ ഭഗവാൻ മാത്രമാണ്, ഭഗവാനാണ് തന്നെ നിലനിർത്തുന്നത് എന്നറിഞ്ഞ് ആ ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്തി ഇനിയൊരിക്കലും ഈ ഇഹലോക ജീവിതത്തിലേക്ക്, ഈ ലൗകികത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുറപ്പിച്ച് തൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവൻ തന്നെയാണ് പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവൻ എന്ന് പറയുകയാണ്. അപ്രകാരം എല്ലാം ഈ ലൗകിക സമൃദ്ധി, കുടുംബം, ധനം എല്ലാം ഉപേക്ഷിച്ച് ആ ഹൃദയത്തിൽ ഹരിയെ ഉറപ്പിച്ച് പോകുവാൻ നല്ല ധൈര്യമുള്ള ആൾക്കാരെ സാധിക്കുകയുള്ളൂ. മാനസികമായ ആ ധൈര്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് ഈ താൻ ജീവിച്ച ചുറ്റുപാടൊക്കെ ഉപേക്ഷിച്ച് പോകുന്നവൻ തന്നെയാണ് പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ എന്ന് പറയുകയാണ് വിദുരർ. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്വകാത്പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേ സ നരോത്തമ. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.